السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. പ്രയാസകരമായ കാര്യങ്ങൾ എളുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിരുന്ന ഒരു പ്രാർത്ഥന സ്വഹീഹു ഇബ്നു ഹിബ്ബാനിൽ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ലൻ വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ലൻ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ലൻ وأنت تجعل الحزن إذا شئت سهلا. اللهم അള്ളാഹുവേ. നമ്മൾ ഇതുവരെ പഠിച്ച പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവേ എന്ന അഭിസംബോധനയോടുകൂടെയാണ് തുടങ്ങിയിട്ടുള്ളത്. അള്ളാഹുമ്മ എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് പറയുന്നത് ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ലൻ. ലാ സഹ്ല, ഒരു എളുപ്പവുമില്ല, ഒന്നും എളുപ്പമല്ല. ലാ സഹ്ല, സഹലില്ല. ഇല്ലാ, അല്ലാതെ. മാ ജഅൽതഹു സഹ്ലൻ, നീ എളുപ്പമാക്കിയതല്ലാതെ. അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടാണ് പിന്നെ നമ്മളുടെ ആവശ്യം പറയുന്നത്. അല്ലാഹുവേ, നീ എളുപ്പമാക്കിയതല്ലാതെ ഒരു എളുപ്പവുമില്ല. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹലൻ. അല്ലാഹുവേ, നീ എളുപ്പമാക്കിയതല്ലാതെ വേറൊരു എളുപ്പമില്ല. എന്നിട്ട് നമ്മളുടെ ആവശ്യം പറയുന്നത് ഇങ്ങനെയാണ്: വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹല. അതൊരാവശ്യപ്പെടലിന്റെ രൂപത്തിലല്ല പ്രയോഗം വന്നിരിക്കുന്നത്. വഅൻത, നീ, തജ്അലു, ആക്കി തീർക്കുന്നു. തജ്അലു എന്ന് പറഞ്ഞാൽ നീ ആക്കുന്നു, അല്ലെങ്കിൽ ആക്കി തീർക്കുന്നു എന്നൊക്കെ പറയാം. എന്തിനെ? അൽ ഹസ്ന, പ്രയാസകരമായ കാര്യങ്ങളെ. അൽ ഹസ്നിനെ, പ്രയാസകരമായ കാര്യങ്ങളെ. ഇദാ ശിഅത, നീ ഉദ്ദേശിച്ചാൽ, സഹ്ലൻ, എളുപ്പം. വഅൻത തജ്അലു, നീ ആക്കി തീർക്കുന്നു. എന്തിനെ? അൽ ഹസ്ന, പ്രയാസകരമായ കാര്യങ്ങളെ. ഇദാ ശിഅത, നീ ഉദ്ദേശിച്ചാൽ, സഹ്ലൻ, എളുപ്പമാക്കി തീർക്കുന്നു. അത് പറയുമ്പം നമ്മളുടെ ഉള്ളിലെ ഒരു ആഗ്രഹം പടച്ചവനോട് നമ്മൾ പങ്കുവെക്കുന്നുണ്ട് ശരിക്കും. അത് പടച്ചവനെ, എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണമേ എന്നാണത്. പ്രയാസകരമായ കാര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ പകച്ചു പോവാറുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു പ്രാർത്ഥനയാണിത്. പടച്ചവനോട് ഒറ്റ വാക്കിൽ ഇങ്ങനെ പടച്ചവനെ എളുപ്പമാക്കി തരണമേ എന്ന് പറയുന്നതിന് പകരം കുറച്ചുകൂടെ പടച്ചവന്റെ മുന്നിൽ നമ്മൾ വിനയാന്വിതരായി നമ്മളുടെ ഒരു ആവശ്യം സമർപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ പ്രാർത്ഥനക്കുള്ളത്. ആദ്യം അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ് ചെയ്യുന്നത്. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ലൻ എന്ന്. അള്ളാഹുവേ, നീ എളുപ്പമാക്കിയതല്ലാതെ ഒരു എളുപ്പമില്ല. വഅൻത തജ്അലു അൽ ഹസ്ന ഇദാ ശിഅത സഹ്ലൻ. ഹസ്നിനെ, ഹസ്ൻ എന്ന് പറഞ്ഞാൽ പ്രയാസകരമായത്, അല്ലെങ്കിൽ വലിയ എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസകരമായ പരുക്കൻ മലകളെയും ഹസ്ൻ എന്ന് പറയും. ഹുസ്ൻ അല്ല കേട്ടോ. ഹുസ്ന് വേറെയാണ്, ഹസന് വേറെയാണ്. അത് രണ്ടും അല്ലത്. ഹുസ്നുമല്ല, ഹസനുമല്ല. ഇത് ഹസ്നാണ്. ഹസ്ൻ എന്ന് പറഞ്ഞാൽ പ്രയാസകരമായ സംഗതിയാണ്. ഹുസ്നിൽ നിന്നും ഹസനിൽ നിന്നും ഒക്കെ പടച്ചവനോട് രക്ഷ ചോദിക്കാറുണ്ട്.
ഹസൻ, ഇത് സാക്ക് സുക്കൂനാണ്, ഹറക്കത്തില്ല. ഹസ്നാണ്, ഹൂന്നുമല്ല, ഹാന്നാണ്. ഹസ്ന്, അതാണ് പ്രയാസകരമായ കാര്യം. പ്രയാസകരമായ കാര്യം. പ്രയാസകരമായതിനെ നീ ഉദ്ദേശിച്ചാൽ നിസ്സഹലാക്കുന്നു, എളുപ്പമാക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി നമ്മൾക്ക് പ്രാർത്ഥിച്ചു നോക്കാം. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ലൻ വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ലൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രാർത്ഥനകൾ പഠിക്കാനുള്ള തൗഫീഖ് നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലും ഒരുപാട് പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥനകൾ പരിചയപ്പെടാൻ നമ്മൾക്ക് ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.